ഇനി നിങ്ങൾ ഒറ്റയ്ക്ക് പോരാടേണ്ട, എന്തിനും സജ്ജരായി ഞങ്ങൾ ഒപ്പമുണ്ടാകും. ഗൾഫ് രാജ്യങ്ങൾക്ക് മേൽ ഇറാൻ നടത്തുന്ന ശക്തമായ ആക്രമണങ്ങൾക്ക് സഹായം വാഗ്ദാനം ചെയ്ത് യുക്രൈൻ രംഗത്ത്. സമൂഹ മാധ്യമമായ എക്സിൽ പങ്കുവച്ച കുറിപ്പിലൂടെയാണ് യുക്രൈൻ ആകട്ടെ അറബ് രാജ്യമായ സൗദിയെ സഹായിക്കാൻ തങ്ങൾ തയ്യാറാണ് എന്ന കാര്യം അറിയിച്ചിരിക്കുന്നത്. അതേസമയം യുക്രൈനും സൗദിയും തമ്മിൽ വളരെ പ്രധാനപ്പെട്ട പ്രതിരോധ ധാരണയുണ്ട് എന്നതാണ് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ഇവിടെ അറിയിച്ചിരിക്കുന്നത്. റഷ്യ യുക്രൈനെതിരെ പ്രയോഗിക്കുന്ന ഇറാന്റെ ഡ്രോണുകൾ പ്രതിരോധിച്ച് പരിചയമുള്ള വിദഗ്ധർ പശ്ചിമേഷ്യയിലും ഗൾഫ് രാജ്യങ്ങളിലെയും ഡ്രോൺ ആക്രമണത്തെ പ്രതിരോധിക്കാൻ സഹായിക്കുന്നുണ്ട് എന്നതാണ് ഇവിടെ എക്സിലൂടെ തന്നെ പങ്കുവച്ച കുറിപ്പിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇറാനുമായുള്ള യുദ്ധത്തിനായി തന്നെ ഇതുവരെ 850 മെഹോട്ട് ക്രൂസ് മിസൈലുകൾ US സൈന്യം ഉപയോഗിച്ചു എന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇത്രയും മിസൈലുകൾ ഉപയോഗിക്കേണ്ടി വന്നതിൽ പെന്റഗണിൽ തന്നെ ആശങ്കയുണ്ട് എന്നതും. അതുമാത്രമല്ല, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇപ്പോൾ US മാധ്യമമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ആയുധങ്ങൾ കുറയ്ക്കുന്നതിനെ കുറിച്ചും കൂടുതൽ ആയുധങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ എങ്ങനെ നിർമ്മിക്കും എന്നതിനെ കുറിച്ചും ചർച്ച നടക്കുന്നുണ്ട് എന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതേസമയം ഇക്കാര്യത്തെക്കുറിച്ച് ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റും വൈറ്റ് ഹൗസും ഇതുവരെയും ഒരു പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല എന്നതാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതേപോലെ തന്നെ സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനും യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായി തന്നെ കഴിഞ്ഞ ദിവസം ജിദ്ദയിൽ വെച്ചൊരു കൂടിക്കാഴ്ച നടത്തി. അതേപോലെ പ്രാദേശികവും രാജ്യാന്തരവുമായ വിവിധ വിഷയങ്ങളിൽ ഇരുവരും ചർച്ച ചെയ്തതായാണ് ഇപ്പോൾ സൗദി പ്രസ് ഏജൻസി വ്യക്തമാക്കിയിരിക്കുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധവും സഹകരണവും നേതാക്കൾ വിലയിരുത്തുകയും പശ്ചിമേഷ്യയിൽ നിലനിൽക്കുന്ന സൈനിക നീക്കങ്ങളെയും സംഘർഷാവസ്ഥയെയും കുറിച്ച് ഇരുവരും ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. യുക്രൈനിലെ നിലവിലെ സാഹചര്യത്തെക്കുറിച്ചും യുദ്ധവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങളെക്കുറിച്ചും ആശയവിനിമയം നടത്തിയതായും ഇറാനിയൻ ഡ്രോണുകളെ പ്രതിരോധിക്കുന്നതിൽ സഹായിക്കുന്നതിനായി തന്നെ നൂറുകണക്കിന് യുക്രൈൻ സൈനിക ഡ്രോൺ വിദഗ്ധരെ ഗൾഫ് മേഖലയിൽ വിന്യസിപ്പിച്ചിരിക്കുകയാണ് എന്നതാണ് സെലൻസ്കി നേരത്തെ തന്നെ അറിയിച്ചിരിക്കുന്നത്. അതിനെല്ലാം പിന്നാലെയാണ് ഇപ്പോൾ തങ്ങൾക്ക് സഹായം വാഗ്ദാനം ചെയ്തുകൊണ്ട് ഇവിടെ രംഗത്ത് വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.